രസമായിരുന്നല്ലേ? പക്ഷെ പാവം മിന്നും മോനും പറഞ്ഞത് കേൾക്കാതെ നേരം പുലർന്നപ്പോൾ അമ്പിളിമാമൻ പോയി. പതിവ് പോലെ ഖാലിദ് എന്ന മുക്കുവൻ വലയുമായി മീൻ പിടിക്കാൻ പുറപ്പെട്ടു. ഈ കഥ നടക്കുന്നത് ഇവിടെ അല്ലാട്ടോ, അങ്ങ് ദൂരെ. കടൽക്കാക്കകൾ താഴ്ന്നു പറക്കുന്നുണ്ടല്ലോ. ഇന്നെൻ്റെ വല നിറയും. ഇന്നത്തെ എൻ്റെ അധ്വാനം പാഴായി എന്ന് തോന്നുന്നു. ചെറുമീനുകളെ മാത്രമേ കിട്ടുന്നുള്ളല്ലോ. വലയിൽ ഭാരമുള്ള എന്തോ കുടുങ്ങിയെന്ന് തോന്നുന്നു. എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ഹായ്, ഒരു നിധികുംഭം. ഇതോടെ എൻ്റെ കഷ്ടകാലമെല്ലാം തീരും. ഇതിലെന്താവും? വൈരക്കല്ലുകളും കടലിലെ മുത്തുകളുമാവും. എന്തായാലും ഒന്ന് തുറന്നു നോക്ക് തന്നെ. ഇത് തുറക്കാൻ കഴിയുന്നില്ലല്ലോ. ദൈവമേ, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? പേടിയാകുന്നു. അയ്യോ, ഭൂതം! നീയാണോ എന്നെ കുടത്തിൽ നിന്നും തുറന്നു വിട്ടത്? അത് ഞാൻ 300 വർഷങ്ങൾക്ക് മുമ്പ് എന്നെ കുടത്തിൽ അടച്ചിട്ടതാണ്. ഇത്രയും കാലം ആഹാരമൊന്നും കിട്ടാതെ ഞാൻ വിശന്ന് കഴിയുകയായിരുന്നു. നീയാണ് എന്റെ ആദ്യത്തെ ആഹാരം. അങ്ങനെ ഭക്ഷിച്ചുകൊള്ളൂ. പക്ഷേ അവസാനമായി എനിക്കൊരു ആഗ്രഹമുണ്ട്. പറഞ്ഞുകൊള്ളൂ. ഇത്രയും സുന്ദരനും ശക്തിശാലിയും ബുദ്ധിമാനുമായ അങ്ങേക്ക് ഈ ചെറിയ കുടത്തിൽ എങ്ങനെയാണ് കയറാൻ കഴിയുന്നത്? ആ അത്ഭുതം എന്നെ കൂടി ഒന്ന് കാട്ടിത്തരാൻ. ഓ, ഇത്രയേ ഉള്ളൂ? ഇതാണോ നിന്റെ അവസാനത്തെ ആഗ്രഹം? എന്നാൽ ഇതാ കണ്ടുകൊള്ളൂ. സൂത്രം ഫലിച്ചു. തക്ക സമയത്ത് ബുദ്ധി പ്രയോഗിച്ചതുകൊണ്ട് ഭൂതത്താന്റെ പിടിയിൽ നിന്നും മുക്കുവൻ രക്ഷപ്പെട്ടു. ബുദ്ധി ഉണ്ടാകണമെങ്കിലേ പാൽ കുടിക്കണം. കൂട്ടുകാരെല്ലാം പാൽ കുടിക്കാറില്ലേ? എന്നാലേ ഈ കൂട്ടുകാരിക്ക് പാൽ ഇഷ്ടമേ അല്ല.
സമയത്ത് കമലം, മോൾ ഉറക്കം വരുന്നെങ്കിൽ പാല് കുടിച്ചിട്ട് കിടന്നോളൂ. എനിക്ക് പാല് വേണ്ട, ചായ മതി. കുട്ടികൾ ചായ കുടിക്കുകയോ? പാല് കുടിച്ചാൽ മതി.